വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെയാണ്. രണ്ടും തിരിച്ചെടുക്കാനാകില്ല. രാഷ്ട്രീയത്തിൽ വാവിട്ട വാക്ക് വിവാദവും എതിരാളിക്ക് ആയുധവും ആകാറുണ്ട്. എതിരാളിയുടെ വാവിട്ട വാക്ക് മൂർച്ച കൂട്ടി ആയുധമാക്കി ഉപയോഗിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 2014 നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ നടത്തിയ ചായക്കാരൻ പ്രയോഗം ഒന്നാന്തരം സെൽഫ് ഗോളായിരുന്നു. നരേന്ദ്രമോദി ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകില്ല. മോദി ചായ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു നൽകും. AICC യോഗവേദിയിൽ വെച്ചായിരുന്നു മണിശങ്കർ അയ്യരുടെ ഈ പരാമർശം. കത്തിക്കയറിയ വിവാദം പുതിയ പ്രചാരണത്തിന് വഴിവെട്ടി. മണിശങ്കർ അയ്യരുടെ പരിഹാസം മോദിയും കൂട്ടരും ചായ്പേ ചർച്ചയാക്കി മാറ്റി. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ചായ്പേ ചർച്ച സംഘടിപ്പിച്ചു. ആളുകളെ കയ്യിലെടുത്തു മോദി. ആ ബുദ്ധി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ PK എന്ന പ്രശാന്ത് കിഷോറിൻ്റെതായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഫലപ്രദമായ ക്യാമ്പയിനായി മാറി ചായ്പേ ചർച്ച. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പ്രശാന്ത് കിഷോർ മോദി ക്യാമ്പ് വിട്ടിരുന്നു. നിതീഷ് കുമാർ ആയിരുന്നു PKയുടെ പുതിയ കൂട്ട്. മഹാരാഷ്ട്രയിൽ 15 വർഷത്തിനു ശേഷവും ഹരിയാനയിൽ ആദ്യമായും BJP അധികാരം പിടിച്ച് തിളങ്ങി നിൽക്കുന്ന സമയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയതോടെ ശത്രുത മറന്ന് JPയുടെ ശിഷ്യന്മാരായ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും കൈകൊടുത്ത കാലം. BJPയുടെയും മോദിയുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ച് മഹാസഖ്യം ബീഹാറിൽ മഹാവിജയം നേടിയപ്പോൾ അതിൽ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങൾ നിർണായകമായി. ഇന്നിപ്പോൾ പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനല്ല. ആ കുപ്പായം അഴിച്ചു വെച്ച് അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞു. ജൻസുരാജ് പാർട്ടി, അതാണ് കഴിഞ്ഞ വർഷം ഗാന്ധി ജയന്തി ദിനത്തിൽ PK രൂപീകരിച്ച രാഷ്ട്രീയ കക്ഷി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നു. JDUവും RJDയും നയിക്കുന്ന 2 ചേരികൾ നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്ന ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ് മൂന്നാം കക്ഷിയായുള്ള ജൻസുരാജ് പാർട്ടിയുടെ വരവ്. 5000 കിലോമീറ്റർ ദൂരം താണ്ടിയ പദയാത്രയിലൂടെ ബീഹാറിനെ നല്ലതുപോലെ മനസ്സിലാക്കിയെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ജാതി രാഷ്ട്രീയം വേരൂന്നിയ ബീഹാറിൽ അതിൽ നിന്ന് മാറി നടക്കാനാണ് പ്രശാന്ത് കിഷോറിന്റെ ശ്രമം. പകരം ഭരണനിർവഹണം, തൊഴിലില്ലായ്മ, കുടിയേറ്റം, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിൽ കൈവരിക്കേണ്ട പുരോഗതി തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. NDA സർക്കാരിന്റെ അഴിമതിയും ആയുധം. ലക്ഷ്യം യുവ വോട്ടർമാർ, നിലവിലെ വ്യവസ്ഥിതിയിൽ മനം മടുത്തവർ. ബീഹാറിന്റെ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ 2 മുന്നണിയിലും പെടാത്ത മറ്റുള്ളവർ നേടിയ വോട്ട് ശരാശരി 23%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 24%. ജയം 8 സീറ്റുകളിൽ. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കാനും ഇവർക്ക് കഴിഞ്ഞു. മുഴുവൻ സീറ്റിലും മത്സരിക്കുന്ന ജൻസുരാജ് പാർട്ടിക്ക് ഈ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചാൽ അത് NDAയ്ക്കും മഹാസഖ്യത്തിനും ഒരുപോലെ വെല്ലുവിളിയാകും. 2024 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് തന്നെ അതിന് ഉദാഹരണം. 4 സീറ്റുകളിലും ജൻസുരാജ് പാർട്ടി തോറ്റെങ്കിലും 10% വോട്ട് നേടി. അതോടെ അന്ന് കണക്കുകൂട്ടൽ തെറ്റിയത് മഹാസഖ്യത്തിനായിരുന്നു. അപ്പോഴും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ജാതി രാഷ്ട്രീയം തന്നെ അതിൽ പ്രധാനം. മണ്ഡൽ രാഷ്ട്രീയത്തിന് ശേഷം OBC സമുദായത്തിൽ നിന്നുള്ളവർ മാത്രം മുഖ്യമന്ത്രിമാരായതാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം. അവിടെ ഒരു പ്രബല സമുദായത്തിന്റെയും പിന്തുണയില്ലാതെ പ്രശാന്ത് കിഷോറിന് മുന്നേറാൻ എത്ര കണ്ട് സാധിക്കും? യാദവരും മുസ്ലിങ്ങളും ലാലുവിന്റെ പ്രധാന വോട്ട് ബാങ്ക്. മുന്നോക്ക വിഭാഗങ്ങളും യാദവരല്ലാത്ത OBC വിഭാഗങ്ങളും മഹാദളിതുകളുമാണ് കാലങ്ങളായി BJP JDU സഖ്യത്തിന്റെ കരുത്ത്. ആ മണ്ണിലാണ് കഴിഞ്ഞ 20 വർഷം നിതീഷും അതിനു മുൻപുള്ള 15 വർഷം ലാലുവും റാബ്രിയും ബീഹാറിനെ ഭരിച്ചു മുടിച്ചുവെന്ന പ്രചാരണ വിഷയമാക്കുന്നതും വോട്ട് പിടിക്കാൻ പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നതും. സമീപകാലത്ത് പുറത്തു വന്ന അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജനപ്രീതിയിൽ വലിയ വർധന ഉണ്ടായെന്നാണ്. എന്നാൽ അതെത്ര കണ്ട് വോട്ടാകുമെന്നത് കണ്ടറിയേണ്ട വിഷയമാണ്.
മോദിയെയും നിതീഷിനെയും ജയിപ്പിച്ച പഴയ തന്ത്രജ്ഞൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ എന്ത് വിജയതന്ത്രമാകും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുക? പ്രശാന്ത് കിഷോറും ജൻസുരാജ് പാർട്ടിയും വോട്ട് കട്ടറാകുമോ അതോ കിങ് മേക്കറോ? ദേശീയ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുകയാണ്.